ആലപ്പുഴയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലൊക്കെ നടക്കുമ്പോൾ വലിയ ഒരു ഭീഷണി അല്ലേ, കുറുവാ സംഘത്തിന്റെ ഭീഷണി വീടുകളിൽ കയറുന്നു. വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ജനങ്ങൾക്ക് ഭീതി പടർത്തുന്ന രീതിയിൽ സ്വന്തം വീടുകളിൽ ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഭീതിജനകമായ രീതിയിലായിരുന്നു ഈ കുറുവാ സംഘത്തിന്റെ കവർച്ച സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. അവിടെ പോലീസ് അതിസാഹസ്യമായി അവരെ പിടികൂടുകയും ചെയ്തു. ഇന്ന് പിടിച്ച പ്രധാന പ്രതി അടക്കം സന്തോഷ് സെൽവൻ അടക്കമുള്ളവരെ റിമാൻഡ് ചെയ്തു. ബാക്കി 14 പേരെയും കൂടെയുള്ള കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നതാണ്. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതെ, കാരണം ഇപ്പോൾ പിടിച്ചിരിക്കുന്നവരെല്ലാം തന്നെ തമിഴ്നാട് സ്വദേശികളാണ് എന്നുള്ളതാണ്. അവർ ഈ കവർച്ച നടത്താനായി കേരളത്തിൽ വന്ന് താമസിച്ച ഒരു പ്രത്യേക സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ ഭീതിജനകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച കുറുവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കവർച്ച നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി. ഷാജി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യെസ് ഷാജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവരും ഉണ്ടല്ലോ, കേൾക്കുന്നില്ലേ? അപ്പൊ ഞങ്ങൾ ഷാജിയുടെ ടെറിട്ടറിയിലുള്ള സംഘത്തെയൊക്കെ പിടിച്ചോ? എന്ത് ചെയ്തു അവരെ? ചോദിക്കായിരുന്നു, ഷാജിയുടെ അതിർത്തിയിലുള്ള കുറുവാ സംഘത്തെയൊക്കെ പിടിച്ചോ, എന്ത് ചെയ്തു അവരെന്ന്? അതെ, ആലപ്പുഴയിൽ വന്ന കുറുവാ സംഘത്തിൻ്റെയൊക്കെ പേര് പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് 2-3 പേരെ കൂടി ഇന്നും നാളെയൊക്കെ ആയിട്ട് പിടിക്കും. ഏതാണ്ട് 14 പേരാണ് തമിഴ്നാട്ടിൽ നിന്നും ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. അതിലേതാണ്ട് എല്ലാവരെക്കുറിച്ചും പോലീസിന് വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു. ഒരാളെ ഇന്നലെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പിടിക്കുകയും അതിനിടയിൽ സ്ത്രീകളെല്ലാം കൂടെ ബഹളം വയ്ക്കുകയും അയാൾ രക്ഷപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അവിടുന്ന് 4 മണിക്കൂർ പ്രയത്നം കൊണ്ട് പോലീസ് വീണ്ടും അയാളെ പിടികൂടി ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ചു. ആലപ്പുഴ DYSP മധുബാബു ഇന്നലെ പത്രസമ്മേളനം നടത്തുകയും ഇയാൾക്ക് ഏതാണ്ട് 30ഓളം കേസുകൾ തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടുണ്ട്. ഇയാൾ ക്രിമിനൽ സംഘത്തിൽപ്പെട്ടതാണ്, കുറുവാ സംഘത്തിൽപ്പെട്ടതാണ്. അതൊക്കെ സ്ഥിരീകരിക്കുന്ന തെളിവുകളടക്കമാണ് അയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും സന്തോഷ് സെൽവത്തെ ഇന്നലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം രാത്രിയിൽ ഇന്നലെ ഒരു 8:30 മണിയോടുകൂടി ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ഒരു കള്ളനെ കണ്ടു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറുവാ സംഘം എന്നുള്ള രീതിയിലുള്ള ഒരു ഭീതി പരത്തുന്ന തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വന്നു. പക്ഷേ അത് നാട്ടുകള്ളന്മാരാണ് എന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കുറുവാ സംഘം തൽക്കാലത്തേക്ക് അവർ പിൻവലിഞ്ഞ ലക്ഷ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും കുറുവാ സംഘം എത്തിയിരുന്നു. പക്ഷേ അവരൊന്നും തന്നെ ഈ കഴിഞ്ഞ ദിവസം പിടികൂടിയ സന്തോഷ് സെൽവത്തിൻ്റെ ടീമിലുള്ളതല്ല. ഇവരേതാണ്ട് ഒരു 12-14 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇവർ പരസ്പരം വലിയ യോജിപ്പിലൊന്നും അല്ല പ്രവർത്തിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം DYSP പറഞ്ഞത്. അങ്ങനെയുള്ള ഇവർ തമ്മിലുള്ള ഒരു യോജിപ്പില്ലായ്മയാണ് ഈ പ്രതിയിലേക്ക് എത്താനായിട്ട് പോലീസിന് സഹായകരമായത്. പോലീസിൻ്റെ സംഘം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല. 2-3 ടീം, അതായത് മണ്ണഞ്ചേരി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട്ടിലെത്തി പ്രത്യേകം ഇവരെക്കുറിച്ച് പഠനം നടത്തി ഇവരേതൊക്കെ കേസുകൾ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഇവരുടെ ശരീരത്തിൻ്റേതടക്കമുള്ള ഇവർക്ക് പ്രകടമാകുന്ന തരത്തിലുള്ള ഏതൊക്കെ സൂചനകൾ അല്ലെങ്കിൽ തെളിവുകൾ ഇതൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചതിന് ശേഷമാണ് മടങ്ങി ആലപ്പുഴയിലെത്തുകയും ഈ പ്രതികളിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ കുണ്ടന്നൂർ പാലത്തിൻ്റെ താഴത്ത് താമസിച്ചിരുന്ന ഈ പ്രതികളെ പിടികൂടാനായിട്ട് പോലീസ് സഹായമായത്. ഈ സന്തോഷ് സെൽവത്തിനോടൊപ്പമുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. അയാളെ ഈ കേസുമായിട്ട് ബന്ധമില്ല എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അയാളെ ഇന്ന് മിക്കവാറും വെറുതെ വിട്ടേക്കും. സന്തോഷ് സെൽവത്തെ ഇനി എന്തായാലും കസ്റ്റഡി അപേക്ഷ പോലീസ് കൊടുക്കും. അയാളെ പിടിച്ച് കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം ഇയാളുടെ കൂടുതൽ കേസുകളും അതോടൊപ്പം തന്നെ ഇയാളുടെ സംഘത്തിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചും പോലീസിന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു. ആലപ്പുഴ DYSP, അമ്പലപ്പുഴ DYSP അതോടൊപ്പം തന്നെ 2-3 DYSPയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ളൊരു ഫോഴ്സാണ് കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് രാത്രിയും പകലൊന്നുമില്ലാതെ പ്രവർത്തനം നടത്തുകയും അതോടൊപ്പം തന്നെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചതും.